ഹലോ എവരിവൺ. ഇന്ന് നമ്മുടെ ശംഖുമുഖത്ത് കരുത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സമുദ്ര വൈദഗ്ധ്യത്തിൻ്റെയും കാഴ്ചകൾ കാണാൻ ഒരു വലിയ അവസരമുണ്ട്. ആകെ 2 തവണ മാത്രമേ ന്യൂഡൽഹിക്ക് പുറത്ത് ഇന്ത്യൻ നേവിയുടെ ഇങ്ങനെ ഒരു ഷോ നടന്നിട്ടുള്ളൂ, നേവിയുടെ സെലിബ്രേഷൻ നടന്നിട്ടുള്ളൂ. അതൊന്ന് വിശാഖപട്ടണത്തും ഒന്ന് ഗുജറാത്തിലുമാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ശംഖുമുഖത്ത് ഇങ്ങനൊരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ പാസ് ഇല്ലാത്തവർക്കും അവിടെ പോയിട്ട് ഷോ കാണാൻ സാധിക്കും. അപ്പോൾ പാർക്കിംഗ് ഏരിയ ദൂരെയാണ്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. പാർക്കിംഗ് ഏരിയയിൽ നിന്നും KSRTC ബസ് വഴി വേണം ശംഖുമുഖത്തെത്താൻ. അവിടെ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ ആരടുത്ത് ചോദിച്ചാലും പാസ്സില്ലാത്തവർക്ക് കാണാൻ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞു തരും. അവിടെ വലിയ സ്ക്രീനുണ്ട്, ഭംഗിയായിട്ട് നമുക്ക് ഷോ കാണാൻ പറ്റും. എല്ലാ വർഷവും ഡിസംബർ 4-നാണ് നാവികസേനാ ദിനം ആഘോഷിക്കാറ്. ഇന്ന് ഡിസംബർ 3-ന് ആഘോഷിക്കുന്നു. 4:30-ക്കാണ് ശംഖുമുഖം ബീച്ചിൽ വെച്ചിട്ട് പാക് യുദ്ധത്തിൽ കറാച്ചി തുറമുഖത്ത് നടത്തിയ ധീരമായ ഓപ്പറേഷൻ ട്രൈഡൻറ്റിനെ അനുസ്മരിച്ചുകൊണ്ടും നമ്മുടെ നാവികരുടെ ധീരതയെ ആദരിക്കാനും ലോകത്തിലെ ഏറ്റവും മികച്ച നാവികസേനകളിലൊന്ന് കെട്ടിപ്പടുത്ത പാരമ്പര്യത്തെ ഓർക്കാനുമുള്ളൊരു ദിനമാണെന്ന്. ഇപ്പോൾ കാണുന്നത് ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു ഷിപ്പിനെ എങ്ങനെയാണ് ഇവർ റെസ്ക്യൂ ചെയ്യുന്നതെന്നാണ്. ഹെലികോപ്റ്ററിൽ റെസ്ക്യൂ ടീം വന്നിട്ട് ഷിപ്പിൽ കയറുന്നുണ്ട്. സെയിം ടൈം തന്നെ ബോട്ടിലും റെസ്ക്യൂ ടീം വന്നിട്ട് ഷിപ്പിൽ കയറുന്നുണ്ട്. എന്നിട്ട് റെസ്ക്യൂ ചെയ്യേണ്ട ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ടാണ് അവർ ഈ ഓപ്പറേഷൻ മുഴുവൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സീനെല്ലാം അവരുടെ കമൻട്രി കേട്ടുകൊണ്ട് കാണുമ്പോൾ നമുക്ക് റിയലായിട്ട് കണ്ടാലേ ഒരു മൂവിയിൽ കണ്ട ബുക്ക് വായിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തവണത്തെ പ്രധാന അട്രാക്ഷൻ നമ്മുടെ കൊച്ചിയിൽ വികസിപ്പിച്ചെടുത്ത INS വിക്രാന്ത് തന്നെയാണ്. ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്ത ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മളുടെ രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു വിമാനവാഹിനി കപ്പലാണ്. അപ്പോൾ അതിൽ നിന്നൊരു യുദ്ധവിമാനം ലോഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അതുകൂടാതെ ഒരുപാട് എയർ ഷോസ് ഉണ്ട്, സബ്മറൈൻ ഉണ്ട്, പിന്നെ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് സോൾജേഴ്സ് വെള്ളത്തിലിറങ്ങുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ പെട്ടുപോയ റെസ്ക്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ ഷിപ്പിൽ ലാൻഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡൽഹി വരെ ഒന്നും പോവാതെ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ്, യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക, സ്വന്തം ഫാമിലിയോടൊപ്പം പോലും ടൈം സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെ ആനുകൂല്യങ്ങൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് ഒരു സോൾജറായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും, സോൾജേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും അങ്ങനെ പോലീസ്മാൻ ആയാലും ഒക്കെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി അവർ